വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിൽ മൊഴി നൽകിയ ജീവനക്കാരെ സ്വാധീനിക്കാൻ ജയിൽ ഡിഐജിയുടെ ശ്രമം. ജയിൽ മധ്യമേഖല ഡിഐജി പി അജയകുമാറിനെതിരെ 20 ജീവനക്കാരാണ് മൊഴി നൽകിയത്. എസ് ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 20 ജീവനക്കാർ നൽകിയ മൊഴികളിലുള്ളത്? കൃഷ്ണ, ഈ ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം ചെയ്തു നൽകിയ സംഭവത്തിൽ മൊഴി നൽകിയ ജീവനക്കാരെ സ്വാധീനിക്കാൻ ഇപ്പോൾ ജയിൽ DIG ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ജയിൽ DIGക്കെതിരെ രൂക്ഷമായ മൊഴികൾ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ജയിൽ സൂപ്രണ്ടിന്റെ ശൗചാലയം ഉപയോഗിക്കാൻ കൊടുത്തു, മറ്റ് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകി, നേരിട്ട് സന്ദർശനം നടത്തി, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ജയിൽ മധ്യമേഖല DIG പി അജയകുമാറിനെതിരെ ജയിൽ ജീവനക്കാർ ശക്തമായ മൊഴി നൽകി എന്നുള്ളതാണ് വ്യക്തമാകുന്നതും. 20 ജീവനക്കാർ ജയിൽ DIGക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. അജയകുമാറിനൊപ്പം ജയിലിലെത്തിയ പവർ ബ്രോക്കർ തൃശൂർ സ്വദേശി ബാലചന്ദ്രന്റെ സഹായത്തോടെയാണ് ഈ 20 പേരെയും സ്വാധീനിക്കാൻ ഇപ്പോൾ ജയിൽ DIGയുടെ ശ്രമം നടക്കുന്നത്. ഈ കാര്യവും സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നുള്ള കാര്യത്തിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജയിൽ ജീവനക്കാർ. അതായത് ഇതിന്മേൽ കർശനമായ നടപടി ഉണ്ടായാൽ ജയിൽ DIGക്ക് സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കേണ്ടി വരും. അതൊഴിവാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തലപ്പത്ത് നടക്കുന്നുണ്ട്. അതാണ് ഈ 20 ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള നീക്കം. അവരുടെ ഭാഗത്തുനിന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൊഴി മാറ്റാനുള്ള തന്ത്രം അതാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.